എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹരി, ബോണപ്പെറ്റിറ്റ് ഹരി എന്ന നമ്മുടെ ചാനലിലെ ഒരടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് 7up അല്ലെങ്കിൽ സ്പ്രൈറ്റിൻ്റെ റെസിപ്പിയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പോകുന്നത്. അതും വെറും മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ചാണ് നമ്മൾ ഇന്ന് 7up അല്ലെങ്കിൽ സ്പ്രൈറ്റ് വീട്ടിലുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ലോക്ക്ഡൗൺ ആയ സ്ഥിതിക്ക് വീട്ടിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ വീട്ടിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ 7upൻ്റെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് ഡയറക്റ്റ്ലി പോകുന്നതിന് മുമ്പ് മുസ്റ്റാഷ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ബ്രാൻഡ് നമുക്ക് 2 പ്രോഡക്റ്റ് ഇവിടെ അയച്ചു തന്നിട്ടുണ്ട്. ശരിക്കും ഇത് 2 പ്രോഡക്റ്റ് അല്ല, ഇത് ഒരു പ്രോഡക്റ്റാണ്. ഇതൊരു കോംബോ പാക്കായിട്ടാണ് നമുക്ക് അവർ അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആയുർവേദിക് ഹെയർ ഗ്രോത്ത് ഓയിലാണ്. അതെ, മുസ്റ്റാഷിൻ്റെ ആ ഒരു ആയുർവേദിക് ഹെയർ ഗ്രോത്ത് ഓയിലാണ്. ശരിക്കും ഇത് മുടിയെ നല്ലോണം തടിച്ച് വളർത്താനായിട്ട് സഹായിക്കും. ഇതിനകത്ത് ഏകദേശം ഒരു 14 ആയുർവേദിക് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ആംല, അലോവേറ, അതേപോലെ തന്നെ പല പല കാര്യങ്ങളും. അപ്പോൾ നമ്മുടെ ഈ ഒരു മുസ്റ്റാക്കിൻ്റെ ഹെയർ ഗ്രോത്ത് ഓയിൽ നമുക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ രാവിലെ എണീറ്റ് കുളിക്കാൻ നേരത്ത് നമ്മുടെ കൈ ഇച്ചിരി ഒന്ന് പുരട്ടിയതിന് ശേഷം തലയിൽ വെച്ച് നന്നായിട്ട് ആ ഒരു കാൽപ്പിലൊക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റോളം മസാജ് ചെയ്ത് കൊടുക്കുക. മസാജിലാണ് എല്ലാ കാര്യവും ഇരിക്കുന്നത്. അപ്പോൾ മസാജ് ചെയ്ത് കഴിഞ്ഞ് കഴുകി കളഞ്ഞതിന് ശേഷമാണ് നമുക്ക് രണ്ടാമത്തെ മുസ്റ്റാഷിൻ്റെ പ്രോഡക്റ്റ് ആയ ഹെർബൽ ഷാമ്പൂ വിത്ത് ഇൻബിൽറ്റ് കണ്ടീഷണർ ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ആയുർവേദിക്കും അമലയുടെ കണ്ടൻറ്റൊക്കെ വരുന്നുണ്ട്. അതായത് ആൻറ്റി ഡാൻഡ്രഫാണ് സംഭവം. ഞാൻ പേഴ്സണലി എനിക്ക് യൂസ് ചെയ്തൊരു സാധനമാണ്. ഞാൻ ഒരു മാസമായിട്ട് ഈ ഒരു മുസ്റ്റാഷിൻ്റെ ഹെർബൽ ഷാമ്പൂ യൂസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഇട്ടതിന് ശേഷം ഒരു 15 മിനിറ്റ് തലയിൽ വെക്കുക. അതിനുശേഷം നമ്മൾ കുളിക്കാൻ നേരത്ത് കഴുകി കളയുക. രണ്ടും ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു മുസ്റ്റാഷിൻ്റെ കോംബോ, അതെ, ഈ ഒരു കോംബോ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അതേപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്തേക്കാം. അപ്പോൾ ഈ ഒരു ഫ്ലിപ്കാർട്ടിലും ആമസോണിലും നല്ല സെയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് അവിടെയും കിട്ടുന്നതാണ്. അതെ, നമുക്ക് ആ ഒരു ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ അവിടെ ഇച്ചിരൂടെ ഡിസ്കൗണ്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കമ്പനിയെ നേരിട്ട് വിളിച്ച് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. 7upൻ്റെ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു ചെറിയൊരു പാത്രം അടുപ്പത്തേക്ക് വെക്കാം. അതിനുശേഷം നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര അതിനകത്തോട്ട് കൊട്ടിയിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം എന്ന അളവിലായിരിക്കണം നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് തിളച്ച് കിട്ടും. തിളച്ചതിന് ശേഷം നമുക്കൊരു 1/2 മുറി നാരങ്ങ നമുക്ക് ആ ഒരു പഞ്ചസാര പാനിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതാ ഒരു പഞ്ചസാര കട്ട പിടിക്കാതിരിക്കാനാണ് നമ്മൾ നാരങ്ങ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നാരങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരണം. അപ്പോൾ നമ്മുടെ ആ ഒരു പഞ്ചസാര പാനിയും നാരങ്ങയൊക്കെ ചേർത്ത സിറപ്പ് ഇങ്ങനെ തിളച്ച് വരുവാണ്. അപ്പോൾ നമുക്ക് ഇത്രയും മതി. എല്ലാം ഒന്ന് അലിഞ്ഞ് ചേർത്തിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അതൊരു വേറെ സ്ഥലത്തോട്ട് മാറ്റാം. അതിനുശേഷം നമുക്കൊരു കപ്പിലോട്ട് ഒരു 2 മുറി നാരങ്ങ നമുക്കങ്ങ് പിഴിഞ്ഞൊഴിക്കാം. അതായത് കുരുവൊക്കെ മാറ്റി പിഴിയാം. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പ്രൈറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു 7upൻ്റെ ഒരു കുപ്പിയാണ്. നമുക്ക് അതിനകത്തോട്ടാണ് എല്ലാം ചേർത്ത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ കുപ്പിക്കകത്തോട്ട് ആദ്യം വേണ്ടത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പഞ്ചസാര പാനി നമുക്കൊരു ഏകദേശം ഒരു 1/2 കപ്പോ ഒരു 1/4 കപ്പോ നമുക്ക് മധുരത്തിനനുസരിച്ച് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം ഒരു 1/4 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഒരു പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന നാരങ്ങ നീര്, 2 നാരങ്ങ മുറിയുടെ നാരങ്ങ നീര് നമുക്ക് ആ കുപ്പിയിലകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു ക്ലബ് സോഡയാണ്. അതെ, നമുക്ക് പുറത്തുനിന്ന് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ക്ലബ് സോഡയാണ്. അപ്പോൾ ഒരു 1/2 ലിറ്ററിൻ്റെ ക്ലബ് സോഡയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല തണുത്തിട്ടുണ്ട് ക്ലബ് സോഡ. ഇനി നമുക്ക് ആ ക്ലബ് സോഡ ഒന്ന് അടപ്പ് തുറന്നിട്ട്, അപ്പോൾ ആക്കണ്ട, അടപ്പ് തുറക്കുമ്പോൾ തന്നെ നല്ല ഗ്യാസ് വരുന്നുണ്ട്. അപ്പം നമുക്കിനി ആ ഒരു ക്ലബ് സോഡ ഈ ഒരു സ്പ്രൈറ്റിൻ്റെ നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ കുപ്പിയിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി മൊത്തം ആ സ്പ്രൈറ്റും ഇതിനകത്തോട്ട് നിറച്ചേക്കാം. കണ്ട, കറക്റ്റ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന സ്പ്രൈറ്റിന് അതേ ഒരു പത പോലെ ഇങ്ങനെ അങ്ങ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സ്പ്രൈറ്റിൻ്റെ കുപ്പിയിൽ ക്ലബ് സോഡ ഒഴിച്ചതിന് ശേഷം കുപ്പി അടച്ചു വെക്കാം. മൊത്തം ഒഴിക്കേണ്ട, ഒരു 1/4 ഭാഗത്തിൽ കൂടുതൽ ഒഴിച്ചതിന് ശേഷം നമുക്കിനി നന്നായിട്ടൊന്ന് കുലുക്കാം. അതായത് ആ ഒരു പഞ്ചസാരയും നാരങ്ങയൊക്കെ ക്ലബ് സോഡയിൽ പിടിച്ച് വരുന്നവരെ കുലുക്കാം. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക്, നല്ല 2 ഗ്ലാസ് ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗ്ലാസ്സിലേക്ക് നമുക്ക് ആ ഒരു 7up നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വെറും 3 ഇൻഗ്രീഡിയൻ്റ് കൊണ്ടാണ് നമ്മൾ ഇന്ന് 7up അല്ലെങ്കിൽ സ്പ്രൈറ്റ് വീട്ടിലുണ്ടാക്കി നോക്കുന്നത്. അപ്പം ഈ ലോക്ക്ഡൗണിൽ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടാണ് നമ്മൾ ഇന്നത്തെ 7up റെസിപ്പി. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ 7upൻ്റെ റെസിപ്പി ഇത് അവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ട, ആ കോമളയൊക്കെ വരുന്നുണ്ട്. ശരിക്കും നമുക്ക് ഇതിനകത്ത് ഐസൊക്കെ ഇടാൻ കേട്ടോ. പക്ഷേ ആ ഒരു സോഡ, ക്ലബ് സോഡ തണുത്തതുകൊണ്ട്, നല്ല തണുത്തായതുകൊണ്ട് നമ്മൾ ഐസൊന്നും ഇട്ടില്ല. നമ്മൾ ആ ഒരു തണുത്ത സോഡ വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. എന്തായാലും നമുക്കിനി കുടിച്ചു നോക്കാം. ആ ഒരു കളറൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം എങ്ങനെ അതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ കുടിച്ചു നോക്കാൻ പോകാം കേട്ടോ. അടിപൊളി. ചെറിയൊരു കയ്പ്പ് പോലെ തോന്നി. അതായത് ഈ നാരങ്ങയുടെ സിറപ്പ് നിങ്ങൾ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇച്ചിരി കയ്പ്പ് കൂടി പോകും. എന്തായാലും ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ആ ഒരു സോഡയുടെ കുത്തലൊക്കെ ഉള്ളപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായി. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന 7up സ്പ്രൈറ്റിലും എന്തുകൊണ്ടും നല്ലത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയാണ്. കാരണം പുറത്തുനിന്നുള്ള 7upലും സ്പ്രൈറ്റിലും എന്തൊക്കെ മാരക വിഷാംശം അടങ്ങിയിരിക്കുന്നതെന്നൊന്നും നമുക്ക് അറിയത്തില്ല. എന്തായാലും നമ്മളിത് ഹോം മെയ്ഡ് ആയിട്ടുള്ള വെറും 3 ഇൻഗ്രീഡിയൻ്റ് കൊണ്ടാണ് നമ്മളിത് വീട്ടിലുണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു കിഡിലൻ
7up ഡ്രിങ്കാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 7upന്റെ റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. അതുപോലെ തന്നെ നമ്മുടെ മുസ്റ്റാഷിൻ്റെ ഈ ഒരു കോംബോ പ്രോഡക്റ്റ് മേടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.